അപ്രതീക്ഷിത നീക്കമോ എന്നുള്ളതാണ് ചോദ്യം. അപ്രതീക്ഷിത നീക്കമേ അല്ല എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. കാരണം ആഴ്ചകൾക്ക് മുമ്പ് ഇതേ മീറ്റ് ദി എഡിറ്റേഴ്സിൽ എങ്ങനെയാണ് ഈ ദൈവതുല്യൻ എന്നുള്ളത് കടകംപള്ളി അല്ല, പകരം എങ്ങനെയാണ് ശബരിമലയിലെ വളരെ പ്രധാനപ്പെട്ട ദൈവതുല്യനായ പുരോഹിത സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ ഒരുപക്ഷെ ഈ കേസിലേക്ക് വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണമായി അന്ന് ഞാൻ പറഞ്ഞത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമല്ല, വാജിവാഹനമടക്കമുള്ള വിഷയത്തിലും തന്ത്രിയുടെ നീക്കം ദുരൂഹമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതെല്ലാം തെളിയിക്കപ്പെടേണ്ടതാണെങ്കിലും ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. മൂന്ന് ചോദ്യങ്ങൾ മാത്രമാണ് എനിക്കതിൽ പറയാനുള്ളത്. അതിലൊന്ന് ഇപ്പോൾ ഈ പറയുന്ന അറസ്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തോന്നും മൗനാനുവാദം നൽകുന്നത് ഒരു വലിയ ക്രിമിനൽ ഒഫൻസ് ആണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. യഥാർത്ഥത്തിൽ മൗനാനുവാദം നൽകുന്നു എന്നത് മാത്രമല്ല, തന്നിൽ അർപ്പിതമായിരിക്കുന്ന ഒരു കർത്തവ്യം ചെയ്യാതെ, ദേവസ്വം ബോർഡിനെ അലേർട്ട് ചെയ്യാതെ അവിടെ മൗനാനുവാദം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. യഥാർത്ഥത്തിൽ ശബരിമലയിലെ തന്ത്രിക്ക് ദിവസം 1500 രൂപ മറ്റാണ് അദ്ദേഹത്തിൻ്റെ ശമ്പളം, ബാക്കിയെല്ലാം അദ്ദേഹത്തിൻ്റെ ദക്ഷിണയാണ്. അദ്ദേഹത്തിൻ്റെ വരുമാനത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നിലയെക്കുറിച്ചോ നമ്മൾ അന്വേഷിച്ചാൽ വലിയ സാമ്പത്തിക സ്വത്തുള്ള ഒരു സംവിധാനം ഇവർക്ക് ചുറ്റുമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശബരിമലയിലെ ഈ താഴ്വൺ കൺട്രി കുടുംബം ഇത് ആദ്യമായിട്ടല്ലല്ലോ വിവാദത്തിൽപ്പെടുന്നത്. 1 കോടി രൂപയാണെന്ന് ഗുപ്തന്, അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ഗുപ്തന് അന്നത്തെ മോഹൻ കൺട്രി വാഗ്ദാനം ചെയ്തത്. എന്തിനാണെന്നറിയാമോ? ശോഭാ ജോണുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ ബ്ലാക്ക് മെയിൽ കേസിൽ നിന്ന് ഊരിപ്പോരുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല, വീണ്ടും ഒരിക്കൽ കൂടി ആ താന്ത്രി സ്ഥാനം പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൈക്കൂലിയായിട്ട് വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് ഒരു അഭിമുഖത്തിൽ ഈ ഗുപ്തൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഡൂബിയസ് ആയ ചില സാഹചര്യങ്ങളുണ്ട്. ഞാനിത് കോട്ട് ചെയ്യുന്നത് റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ്. അഴിമുഖത്തിൽ വന്ന ഒരു ലേഖനത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വന്തം അമ്മ കേസ് കൊടുത്തിട്ടുണ്ട് മോഹൻ കണ്ട്രിക്കെതിരെ. 41 ലക്ഷം രൂപ തന്നെ പറ്റിച്ചു ഈ മോഹൻ കണ്ട്രി എന്ന് പറയുന്നത്. നോക്കൂ, ഇപ്പോൾ തന്ത്രിയായി അവിടെ തുടരേണ്ടിയിരുന്നയാളാണ്. അദ്ദേഹം തുടർന്നിരുന്നെങ്കിൽ രാജീവ് കണ്ട്രി അവിടെ തന്ത്രിയായിട്ട് വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനുജനാണ് രാജീവ് കണ്ട്രി. ഇപ്പോൾ മഹേഷ് മോഹൻ കണ്ട്രാണ് അവിടെ ഉള്ളത്. അപ്പോൾ ദിവസം 1500 രൂപ ശമ്പളമുള്ള, അതിനേക്കാൾ ഏറെ വിശ്വാസമൂല്യമുള്ള ഒരു പദവിയാണ് തന്ത്രിയുടേത് എന്നുള്ളത്. ആ തന്ത്രിക്ക് അവിടെ ദേവസ്വം മാനുവൽ പ്രകാരം അർപ്പിതമായിരിക്കുന്ന കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ചോദ്യം നമ്പർ 1. ചോദ്യം നമ്പർ 2, അദ്ദേഹം ഗൂഢാലോചനയിൽ പങ്കാളിയാണോ? ചോദ്യം നമ്പർ 3, അദ്ദേഹം സ്വർണ്ണക്കൊള്ളയിൽ മാത്രമല്ല അതിന് തൊട്ട് മുമ്പ് നടന്ന ചില ഇടപാടുകളിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ദുരൂഹമാണോ? ഈ 3 ചോദ്യങ്ങളാണുള്ളത്. ആദ്യത്തെ ചോദ്യത്തിന് എങ്ങനെയാണ് അദ്ദേഹത്തിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം ലംഘനം നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും. നിലവിൽ ഇതിനെക്കുറിച്ച് സ്വർണം പതിച്ചിട്ടുണ്ടെന്ന് ഈ പ്രഭാമണ്ഡലത്തിലും കട്ടളപ്പാളിയിലും വ്യാളി രൂപങ്ങളിലും സ്വർണം പതിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി അറിവും ബോധ്യവുമുള്ള ആളാണ് 13ാം പ്രതിയായിരിക്കുന്ന ഈ രാജീവ് കണ്ട്രി. മാനുവൽ വോളിയം 14 പൊസിഷൻ ഓഫ് തന്ത്രീസ് അനുശാസിക്കും പ്രകാരം ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായ ശബരിമല തന്ത്രി പദവി 2018-19 കാലഘട്ടത്തിൽ വീണ്ടും വഹിച്ചിരുന്ന 13ാം പ്രതി, അതായത് ഈ സമയം നടക്കുന്ന സമയത്ത് ഈ തന്ത്രി പദവി വഹിച്ചിരുന്ന രാജീവ് കണ്ഠര് ഈ സമയത്ത് ഈ പാളികൾ ഇളക്കിക്കൊണ്ടു പോകുമ്പോൾ ദേവൻ്റെ അനുജ്ഞ വാങ്ങേണ്ടിയിരുന്നു. ദേവൻ്റെ അനുജ്ഞ വാങ്ങിയില്ല. അവിടെ ഒരു ആചാരലംഘനം നടന്നിട്ടുണ്ട് എന്നത് നേരിട്ടറിയാമായിരുന്ന ഈ തന്ത്രി ആ വിവരം ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ല എന്നുള്ളതാണ്. ദേവസ്വം ബോർഡിൻ്റെ സ്റ്റാഫിൻ്റെ പരിഗണനയിലുള്ള അല്ലെങ്കിൽ ആ പദവി മാത്രമുള്ള തന്ത്രി വിശ്വാസത്തിൻ്റെ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്ത്രവിധി പ്രകാരം ദേവൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന തന്ത്രി ആചാരപ്രകാരം ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുകയും ആ ആചാരലംഘനം നടന്നു എന്നുള്ള വിവരം ദേവസ്വം ബോർഡിനെ അറിയിക്കാതിരിക്കുകയും ചെയ്തത് ആണ് ആദ്യത്തെ ഭാഗത്ത് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൽ അർപ്പിതമായിരുന്ന ഒരു കർത്തവ്യം അദ്ദേഹം ചെയ്യാതെ പോയി. അത് വളരെ ക്ലിയറാണ്. ഇത് പീനൽ ഒഫൻസ് ആകുമോ എന്നുള്ളതാണ്. ഇത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഒരു ഒഫൻസ് ആകുമോ എന്നുള്ളതാണ്. നേരിട്ടത് ഒഫൻസ് ആവില്ലെങ്കിലും അത് രണ്ടാമത്തെ കാര്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. അവിടെയാണ് അറസ്റ്റ് മെമ്മോയുടെ അവസാന ഭാഗത്ത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുറ്റകരമായ ഈ മൗനാനുവാദം യഥാർത്ഥത്തിൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇന്ന് ജാമ്യം കിട്ടാതെ പോയതിൻ്റെ കാരണവും അത് തന്നെയാണ്. 18/5/2019 ദേവസ്വം മഹസൂർ തയ്യാറാക്കിയ സമയത്തും ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. ആ സമയത്ത് അദ്ദേഹം തടസ്സം പറഞ്ഞിട്ടില്ല. കട്ടളപ്പാളി ഇളക്കിക്കൊണ്ടുപോകുന്ന സമയത്ത് മഹസർ എഴുതുമ്പോൾ തടസ്സം പറഞ്ഞിട്ടില്ല. ദേവസ്വം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് മറ്റു ചില മഹസറുകളിൽ തടസ്സം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കട്ടളപ്പാളി കൊണ്ടുപോകുന്ന സമയത്ത് തടസ്സം പറഞ്ഞിട്ടില്ല. ആ സമയത്തുണ്ടായിരുന്നിട്ടും മഹസറിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്തുവെച്ചാൽ അതിൻ്റെ അർത്ഥം അറസ്റ്റ് മെമ്മോ പ്രകാരം പറയുന്നത് മൗനാനുവാദം നൽകി ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയും തദ്വാര അന്യായമായ ലാഭം 1-9 പ്രതികൾക്ക്, അതായത് ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അന്യായമായ ലാഭമുണ്ടാവുകയും ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയും ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടമുണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്.
അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും അത് ഗൂഢാലോചനയിൽ വരും. ആ ഗൂഢാലോചനയുടെ ഭാഗമായി എന്ത് സംഭവിച്ചു? ഒന്ന്, പ്രതികൾക്ക് സാമ്പത്തിക ലാഭമുണ്ടാക്കി, ദേവസ്വം ബോർഡിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. ഈ രണ്ട് കാര്യങ്ങൾ, ഇതേ കാര്യം തന്നെയാണ് ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. പത്മകുമാർ ശിക്ഷിക്കപ്പെട്ടാൽ തന്ത്രി രാജീവ് കണ്ഠരും ശിക്ഷിക്കപ്പെടും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു കാര്യം കൂടിയുണ്ട്, അവിടെ മിനിറ്റ്സിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് പത്മകുമാർ എന്നുള്ളത്. പക്ഷേ വിജയകുമാർ അത് ചെയ്തിട്ടില്ല, ശങ്കർദാസ് അത് ചെയ്തിട്ടില്ല. അവർ രണ്ടുപേരും എന്താ ചെയ്തിരിക്കുന്നത്? ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. എഴുതിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. പ്രസിഡന്റ് എഴുതിയിരിക്കുന്നത് ആവട്ടെ മുരാരി ബാബുവിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പിത്തള എന്നത് മാറ്റി ചെമ്പന്താക്കി മാറ്റി. അതും ആ പ്രകാരം നിൽക്കില്ല. അപ്പോൾ രാജീവ് കണ്ഠര് ശിക്ഷിക്കപ്പെട്ടാൽ പത്മകുമാറും ശിക്ഷിക്കപ്പെടും, പത്മകുമാർ ശിക്ഷിക്കപ്പെട്ടാൽ രാജീവ് കണ്ഠരും നിൽക്കും. കാരണം രണ്ടുപേരുടെയും നിലവിൽ ഉള്ളത് അന്യായമായിട്ടുള്ള ലാഭം പ്രതികൾക്കുണ്ടാക്കി, ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടാക്കി എന്നുള്ളതാണ്. അതിൽ ഗൂഢാലോചനയിൽ പങ്കുചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതല്ലാതെ പത്മകുമാർ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്നുള്ളത് ഇതുവരെയും പുറത്തു വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടിലുമില്ല. നിലവിൽ രാജീവ് കണ്ഠരും സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്ന് ഈ റിപ്പോർട്ടിലും പറയുന്നില്ല. ഒന്നാം പ്രതി 9ാം പ്രതി എന്ന് പറയുമ്പോഴേ ഈ ഗോവർദ്ധന്റെ വീട്ടിൽ പൂജ നടത്തി പ്രശ്നം. അതാണ് പ്രശ്നം. ഇനി സാമ്പത്തിക ലാഭം ഉണ്ടാക്കി രണ്ടുപേരെ ഇപ്പോൾ നിലവിലത്തെ SIT-യുടെ ഈ റിപ്പോർട്ട് പ്രകാരമുള്ളൂ. അത് 1ാം പ്രതിയും 9ാം പ്രതിയുമാണ്. ഇതാണ് ഇതിലെ വസ്തുത. അപ്പോൾ ഈ അന്വേഷണം എവിടെയാണ് പോയി നിൽക്കുന്നത്? ഇതിന്റെ ഇമ്പാക്ട് എന്താണ്? ആ ഇമ്പാക്റ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് മുമ്പ് മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറയാം. ഇത് സ്വർണ്ണക്കൊള്ളയിൽ മാത്രം നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. നോക്കിക്കോളൂ, 13ാം തീയതി മുൻകൂർ ജാമ്യാപേക്ഷ വരുന്ന സമയത്ത് വിജിലൻസ് കോടതിയിൽ SIT കൊടുക്കാൻ പോകുന്ന ജാമ്യത്തെ എതിർത്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഈ വാജിവാഹനം അടക്കമുള്ള വിഷയങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് കോടതി അനുവാദം നൽകിയിട്ടുണ്ട്. 2009 മുതലുള്ള ഇടപെടലുകൾ അന്വേഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 98 മുതലുള്ള ഇടപെടലുകൾ അന്വേഷിക്കണം, സ്വർണ്ണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മാറ്റങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴോ 98 മുതൽ അന്വേഷിക്കുന്ന സമയത്ത് 2 തവണ തുടർച്ചയായിട്ട് തന്ത്രിയായ രാജീവ് കണ്ഠരുടെ എല്ലാ കാലഘട്ടത്തിലുമുള്ള ഇടപെടലുകൾ അന്വേഷിക്കപ്പെടും. ആ സമയത്ത് അവിടെ സ്വർണം പൂശിയതിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് അന്വേഷിക്കപ്പെടും. അവിടെ വരുമ്പോൾ വാജിവാഹനം നിശ്ചയമായും ഒരു ചോദ്യചിഹ്നമാണ്. എന്താണ് വാജിവാഹനം? ശബരിമലയിലെ അയ്യപ്പന്റെ വാഹനമാണ്. അത് കൊടിമരത്തിന്റെ മുകളിൽ ഇരിക്കുന്നതാണ്. ആ കൊടിമരം മാറ്റുന്ന സമയത്ത്, പൂശുന്ന സമയത്ത്, വാജിവാഹനം റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് വാജിവാഹനം സാധാരണ രീതിയിൽ ഒരു വിഗ്രഹത്തിന്റെ സ്വഭാവമാണ്. ആ വിഗ്രഹം ഏതെങ്കിലും തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചാൽ ദേവസ്വം ബോർഡിലേക്ക്, ആ ക്ഷേത്രത്തിലേക്ക് തിരികെ ഏൽപ്പിക്കുന്നതാണ് പതിവ്. നമ്മളുടെ മുന്നിൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇരാറ്റുപേട്ടയിൽ തൃണനാടിലുള്ളൊരു ക്ഷേത്രത്തിലും തിരുവല്ലയിലെ ശ്രീവല്ലഭ ക്ഷേത്രത്തിലും ഈ വിഗ്രഹങ്ങൾ തിരികെ ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ച ചരിത്രമുണ്ട്. പക്ഷേ ശബരിമലയിലെ വാജിവാഹനം നോക്കൂ. ശബരിമലയിലെ വാജിവാഹനത്തിന്റെ പ്രാധാന്യം, അവിടെ ഉത്സവം നടക്കുന്ന സമയത്ത്, കൊടിയേറ്റ് കഴിഞ്ഞ് ആറാട്ട് വരെയുള്ള സമയത്ത് അയ്യപ്പൻ ശബരിമലയിലെ സന്നിധാനത്തിന്റെ ഉള്ളിൽ, ഈ ശ്രീകോവിലുള്ളിലല്ല, പകരം ഈ വാജിവാഹനത്തിന് മുകളിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം. അങ്ങനെ ദേവനിരുന്ന, അയ്യപ്പനിരുന്ന വാജിവാഹനത്തിന്റെ മൂല്യം അതിന്റെ ഇറിഡിയമോ അതിന്റെ സ്വർണമോ അല്ല, പകരം അയ്യപ്പനിരുന്ന വാഹനമാണ്. ആ വാഹനത്തിന്റെ മൂല്യം കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള വാജിവാഹനമാണ്. ആ വാജിവാഹനം എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിന് കൊടുക്കാതെ അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനും അന്നത്തെ അഭിഭാഷക കമ്മീഷണറായി ചേർന്ന് അതെ, അത് തന്ത്രിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. തന്ത്രിയിലേക്ക് കൊടുത്തത് എന്തുകൊണ്ടാണ്? ഇതിനെതിരായിട്ടാണ് ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും സംഭവിച്ചിരിക്കുന്നത്. തന്ത്രവിധി പ്രകാരമാണെങ്കിലും ശരി, വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ശരി, പറയുന്നൊരു കാര്യമുണ്ട്. മരം കൊണ്ട് നിർമ്മിച്ച വിഗ്രഹത്തിലാണ് കേടുപാടുകൾ സംഭവിക്കുന്നതെങ്കിൽ അത് അഗ്നിക്ക് സമർപ്പിക്കണമെന്നും, ശില കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വിഗ്രഹമാണ് അതിൽ കേടുപാടുകൾ സംഭവിക്കുന്നതെങ്കിൽ അഗാധമായ ജലാശയത്തിൽ വീണ്ടും കണ്ടെടുക്കാനാവാത്ത വിധം നിമജ്ജനം ചെയ്യണമെന്നും, ലോഹനിർമ്മിതമാണെങ്കിലോ ക്ഷേത്രത്തിൽ അത് പന്തളം വലിയ രാജ എന്നാണ് തിരിച്ചു കൊടുക്കേണ്ടത്. ഒരുപക്ഷെ ഊരാമയുള്ളത് അവകാശപ്പെട്ടത് അവർക്കാണെന്ന് തോന്നുന്നു. ഇത് ഈ പന്തളം കൊട്ടാരത്തിന്റെ കയ്യിൽ നിന്ന് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൊടുക്കുകയോ അത് ഉപയോഗിച്ചുകൊണ്ട് വലിയ ഗോളകമോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ശ്രീബലി വിഗ്രഹമോ ഒക്കെ എതിരെ മാറ്റേണ്ടതിന് പകരം അതെന്തുകൊണ്ടാണ് ഈ തന്ത്രി കൊണ്ടുപോയത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. വിവാദമാവുന്ന സമയത്ത് തന്ത്രി പറഞ്ഞു, ഞാനത് തിരിച്ചു തന്നേക്കാം, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി പറഞ്ഞു. ഇതൊക്കെ വലിയ ചർച്ചയായ വിഷയങ്ങളാണ്. ഇതിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇനി കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ ഇപ്പോൾ ക്ലാരിറ്റി ഇനി വരാനുണ്ട്. ഒന്ന്, വാജിവാഹനം അടക്കമുള്ള കാര്യങ്ങൾ ഈ തന്ത്രി രാജീവ് കണ്ഠരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അത് ചർച്ചയാകുമോ? രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഗൂഢാലോചനയിൽ പങ്കാളിയാണോ എന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ കഴിയുമോ? 3, അദ്ദേഹത്തിന്റെ കൃത്യവിലോപം നടന്നിട്ടുണ്ടോ? കൃത്യവിലോപമുണ്ട് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ്. തടസ്സ ഹർജി അദ്ദേഹം മഹസറിൽ തടസ്സം എഴുതിയിട്ടുമില്ല. ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്ട് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിന്റെ 2 പൊളിറ്റിക്കൽ ഇമ്പാക്ട്. നമ്പർ 1, ഈ കേസിൽ ഇനി പാരഡിപ്പാട്ടിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടാവില്ല. കാരണം തന്ത്രി രാജീവ് കണ്ഠര് പോറ്റിയെ കയറ്റിയ സഖാവല്ല.
പോറ്റിയെ കയറ്റിയത് തന്ത്രി കണ്ഠ രാജീവനാണെങ്കിൽ കണ്ഠ രാജീവന് തന്നെ പറയുന്നുണ്ട് ശബരിമലയിൽ മാത്രമല്ല ബാംഗ്ലൂരിലായിരുന്ന സമയത്തും ഈ പോറ്റിയെ അറിയാമെന്ന് പറയുന്നുണ്ട്. അതായത് ശ്രീരാമപുര ക്ഷേത്രത്തിൽ ഈ പോറ്റിയെ കയറ്റിയതും അതിനുശേഷം ശബരിമലയിൽ കീഴ്ശാന്തിക്കാരനായിട്ട് കൊണ്ടുവരുന്നതും, കീഴ്ശാന്തി എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ദേവസ്വം ബോർഡിന്റെ ആ രീതിയിലുള്ള നിയമനമേ അല്ല എന്നുള്ളതാണ്. ഒരു പരികർമ്മിയായിട്ട് അവിടെ വരിക, അവിടെ കാര്യങ്ങളൊക്കെ അടിച്ചു തെളിച്ച് വൃത്തിയാക്കി ഇടുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ജോലി. തന്ത്രവിദ്യ പ്രകാരം പാസ്സായിട്ട് വരുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ അവിടെ കൊണ്ടുവന്ന് പ്രതീക്ഷിച്ചത് പിന്നീട് മേൽശാന്തിയാക്കാമെന്ന വാഗ്ദാനം നൽകിയാണോ എന്ന ചർച്ചകളൊക്കെ പരിസരത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വ്യക്തമായിട്ട് അറിയാവുന്നയാളാണ്. തൻ്റെ കുടുംബത്തിൽ നടന്ന കല്യാണത്തിന് പോലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചയാളാണ് രാജീവ് കണ്ഠർ. സഹോദരനായ മോഹൻ കണ്ഠരുടെ മകൻ മഹേഷ് കണ്ഠർ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമാണ് പൂജയ്ക്ക് പോയത്. ഇപ്പോൾ അവിടുത്തെ തന്ത്രിയാണ്. എന്താ കാര്യം? എവിടെ പോയത്? റോദം ജുവലറി പോയി. ഏതാ ഈ റോദം ജുവലറി? ഗോവർദ്ധന്റെ ജുവലറി. ഈ കേസിലെ 1ഉം 9ഉം പ്രതിയുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യുന്ന ഒരേ ഒരാൾ എന്ന് പറയുന്നത് തന്ത്രി കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ്. അവിടെയാണ് ഈ കേസിന്റെ ട്വിസ്റ്റിന് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ പോറ്റിയെ കയറ്റിയത് സഖാക്കളാണ്, അല്ലെങ്കിൽ സ്വർണം കെട്ടത് സഖാക്കളാണ് എന്നൊരു രാഷ്ട്രീയ വിമർശനം, എന്നൊരു പാരഡി ഗാനത്തിന്റെ രാഷ്ട്രീയം നിലനിൽക്കില്ല. കാര്യം ഇതിൽ ഏറ്റവും നിർണായക പാരണി ഗാനം അതേപടി നിൽക്കില്ല. പകരം ആ പാരണി ഗാനത്തെ എഡിറ്റ് ചെയ്യേണ്ടി വരും. അതിലൂടെ തന്ത്രിയുടെ പേര് കൂടി ചേർക്കേണ്ടി വരും. തന്ത്രിയുടെ പേര് ചേർക്കുമ്പോൾ മറുഭാഗത്ത് പറയുന്നത് ഈ ഗോവർദ്ധനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജൻപദിലേക്ക് പോയിട്ടുണ്ട്, ആ ജൻപദിലേക്ക് കയറ്റിയത് ആരാണ് എന്നൊരു വരിയും കൂടി ചേർത്താൽ അത് സമ്പൂർണ്ണമാവും. ചുരുക്കത്തിൽ പാരണിപ്പാട്ടിൽ വരുത്തേണ്ട 2 എഡിറ്റുകൾ. സഖാക്കൾ അവിടെ കിടന്നോട്ടെ, കാരണം ഇപ്പോൾ അവിടെ പ്രതിയായിരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ കിടപ്പുണ്ട്, ജില്ലാ കമ്മിറ്റി അംഗമാണ്. പക്ഷെ അതോടൊപ്പം തന്ത്രിയുടെ പേര് കൂടി ചേർക്കേണ്ടി വരും. ഒപ്പം തന്നെ ജന്മത്തിലേക്ക് കയറ്റിയവരെ കുറിച്ച് കൂടി ആ പാരണിപ്പാട്ടിലുണ്ടെങ്കിൽ ആ പാരണിപ്പാട്ട് ഏറെക്കുറെ വസ്തുതാപരമായിരിക്കും. പക്ഷേ സ്വർണം കെട്ടത് ഇത് ആരാണ് എന്നുള്ളത് ഈ ഘട്ടത്തിലും തെളിഞ്ഞിട്ടില്ല. ഒറ്റ വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ സംഭവിക്കുമായിരുന്നു എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചു. ഫ്രാങ്കോ മുളയ്ക്കലിനെ ഈ ഇടതുപക്ഷ സർക്കാരല്ല ഭരിച്ചിരുന്നതെങ്കിൽ അറസ്റ്റ് ചെയ്യുമായിരുന്നു എന്ന് നിങ്ങളിൽ എത്ര പേർ കരുതുന്നുണ്ട്? ഞാൻ കരുതുന്നില്ല. ഫ്രാങ്കോ മുളയ്ക്കൽ പിതാവിനെ അറസ്റ്റ് ചെയ്യുന്നു 2018 അറസ്റ്റ് ചെയ്യുമ്പോൾ അന്ന് ഉയർന്ന ചർച്ചകളിൽ തന്നെ ഞാൻ തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് പല രീതിയിലും സ്വാധീനിക്കപ്പെടാവുന്ന കേസാണ്. കേരളത്തിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. അതുകൊണ്ട് ഈ കേസ് എങ്ങനെ പോകുന്നു എന്നുള്ളത് ഇത് കോടതിയുടെ മേൽനോട്ടത്തിലാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇത് ഈ കോടതിയുടെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ ഇതിലൊരു അറസ്റ്റ് ഉണ്ടാകുമോ എന്ന് ഭയന്നു. ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്രം. ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അദ്ദേഹം വെറുതെ വിടുകയും ചെയ്തു. അതിന്റെ പേരിൽ സർക്കാർ പിന്നീട് പഴി കേൾക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇവിടെ സർക്കാരിന് പഴി കേൾക്കാൻ ഒന്നും തന്നെ ഇല്ല. കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന SIT ആണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ തന്ത്രി രാജീവ് അതുകൊണ്ടല്ല ശബരിമലയിൽ ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് ശബരിമല തകർക്കാനുള്ള ഒരു ആംഗിൾ അത് പറഞ്ഞു സർക്കാർ ഇതിൽ സമ്മർദ്ദത്തിലല്ലാത്തതിന്റെ കാരണം എന്താണ്? അറസ്റ്റ് ചെയ്തിരിക്കുന്ന SIT ആണ്. SITയുടെ മേൽനോട്ടം ഹൈക്കോടതിയുടെ സർക്കാർ ചെയ്തെങ്കിൽ ആദ്യം പറയാൻ പോകുന്നത് അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ പോവാണെന്ന് പറയും. അതിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ അതുകൊണ്ട് സർക്കാരിന്റെ മേൽ സമ്മർദ്ദമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്രതീക്ഷിതമായിരുന്നു ചോദിച്ചു. സുനിൽ എന്തോ പറയാൻ വന്നു. സുനിൽ, അല്ല, ഇത് സർക്കാരാണ് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ വലിയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നത്. എക്സാക്ട്ലി. അതുകൊണ്ട് അപ്രതീക്ഷിത നീക്കമൊന്നുമല്ല, ഇത് പ്രതീക്ഷിച്ച നീക്കം തന്നെയാണ്. അത് സംഭവിച്ചു. ഇനി 6 ആഴ്ച കൂടിയുണ്ട്. നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. Meet the editors.